വയനാട്ടിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. കാവുമന്തം പള്ളിത്തറ കടുത്താം തൊട്ടിയിൽ അനിലിനെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബാങ്കുകളിലായി 4 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കല്ലോടി സെയിന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് എടവക പഞ്ചായത്തിലെ കാവുമന്തം പള്ളിയറ കടുത്താൻ തൊട്ടിയിൽ അനിലിനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ സഹോദരൻ കണ്ടത്. പ്രദേശവാസികൾ വിവരമറിയിച്ച ഉടൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ അനിൽ മരിച്ചു. ക്ഷീരകർഷകൻ കൂടിയായിരുന്ന അനിൽ കാർഷിക ആവശ്യങ്ങൾക്കായി വിവിധ ബാങ്കുകളിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ കടമെടുത്തിരുന്നു. കഴിഞ്ഞ തവണ നെൽകൃഷിക്ക് നിലമുഴാനായി പ്രദേശവാസിയിൽ നിന്ന് 50,000 രൂപ കൈവായ്പയും വാങ്ങി. ഇത്തവണത്തെ നെൽകൃഷി വിളവെടുപ്പിൽ ബാങ്കിലെ പണം തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നായിരുന്നു അനിലിന്റെ പ്രതീക്ഷ. എന്നാൽ പ്രതീക്ഷിച്ച വിളവ് ലഭിക്കാതായതോടെ പണം തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയെന്ന ആശങ്കയിലായിരുന്നു അനിലെന്ന് സഹോദരൻ പറയുന്നു. ആള് നല്ല സങ്കടത്തിലായിരുന്നു. കാരണം ഇന്നലെ നെല്ല് വിറ്റിട്ട് പുള്ളി വിചാരിച്ചതിൻ്റെ ഒരു പൈസയും പുള്ളിക്ക് അതിൽ കിട്ടിയില്ല. അതിൽ നല്ല ഒരു വിഷമത്തിലാണ് പുള്ളി ഇന്നലെ വീട്ടിൽ വന്നത് തന്നെ. കാർഷിക ആവശ്യങ്ങൾക്കായി സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്നും 1.5 ലക്ഷം രൂപയും പശുവിനെ വളർത്താനായി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും 1 ലക്ഷം രൂപയും കടബാധ്യതയുണ്ടായിരുന്നു അനിലിന്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടുകൂടി കല്ലോടി സെന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ അനിലിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അവിവാഹിതനാണ് അനിൽ. റിപ്പോർട്ടർ, വയനാട്.